നമസ്കാരം. വോട്ട് ചോരി എന്ന വാക്ക് ഇന്ത്യ മഹാരാജ്യത്തിന് സംഭാവന ചെയ്ത രാഷ്ട്രീയ മഹാനാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹം വോട്ട് ചോരി എന്ന ആരോപണം ഉന്നയിച്ച് ബീഹാർ സംസ്ഥാനത്ത് ഉടനീളം വലിയ യാത്രയൊക്കെ നടത്തിയിരുന്നു. ആ യാത്രയുടെ ഫലം കഴിഞ്ഞ ദിവസം ബീഹാറിൽ വോട്ടെണ്ണിയപ്പോൾ നമ്മൾ കണ്ടതാണ്. മാത്രമല്ല, ഹൈഡ്രജൻ ബോംബ്, അണുബോംബ് എന്നിവയൊക്കെ ഈ രാജ്യത്ത് അദ്ദേഹം പൊട്ടിക്കുകയും ചെയ്തു. 3 തവണ അദ്ദേഹം ബോംബ് പൊട്ടിച്ചു. പക്ഷേ ഇതിൻ്റെ ഒന്നും യാതൊരു അനന്തര ഫലവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഇതൊന്നും ജനങ്ങൾ ചർച്ചയ്ക്കെടുക്കാതെയാവുകയും ചെയ്തു. ബീഹാറിലെ ജനങ്ങൾ ഈ പറയുന്ന വോട്ട് ചോരി ആരോപണത്തെ ഒന്നടങ്കം തള്ളിക്കളയുന്നത് ഇന്നലെ നമ്മൾ കണ്ടു. മാത്രമല്ല, 3-2 ഭൂരിപക്ഷത്തോടു കൂടി നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ഇതാ അധികാരത്തിൽ വരികയും ചെയ്തിരിക്കുന്നു. വോട്ട് ചോരി എന്ന പ്രയോഗം കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഈ വോട്ട് ചോരി എന്ന ഒരു ക്യാമ്പയിൻ നടത്താനായി രാഹുൽ ഗാന്ധി വ്യാജ തെളിവുകളടക്കം സമാഹരിക്കുന്നു എന്ന പരാതിയും ഇപ്പോൾ തന്നെ ഉയർന്നിട്ടുണ്ട്. കാരണം ഇദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷന് രേഖാമൂലം പരാതി നൽകാൻ തയ്യാറല്ല, കോടതിയെ സമീപിക്കാൻ തയ്യാറല്ല. അതിൻ്റെ അർത്ഥം താൻ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ അദ്ദേഹത്തിന് വിശ്വാസമില്ല എന്ന് തന്നെയാണ്. എന്നാൽ തിരുവനന്തപുരത്ത് രാഹുൽ ഗാന്ധിക്ക് ഉന്നയിക്കാൻ പറ്റുന്ന ഒരു വിഷയം ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇതാ 8 അംഗങ്ങളുള്ള കോൺഗ്രസ് അടുത്ത തവണ ഭരണം പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് കെ മുരളീധരൻ്റെ നേതൃത്വത്തിൽ വലിയ ഒരു പ്രചരണം ഈ അടുത്ത ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് നടന്നു. കെ മുരളീധരൻ പദയാത്ര നടത്തിയപ്പോൾ ആ പദയാത്രയിൽ പങ്കെടുക്കാൻ പാർട്ടി പ്രവർത്തകർ പോലും ഇല്ലാതെ ആളില്ല പദയാത്രയായി മാറിയത് നമ്മൾ കണ്ടതാണ്. മാത്രമല്ല, ശബരിനാഥ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ, മുൻ MLA രംഗത്തിറക്കി അദ്ദേഹത്തെ മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടി തിരുവനന്തപുരം കോർപ്പറേഷനിൽ ചില അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് കെ മുരളീധരൻ്റെ നേതൃത്വത്തിൽ ഇവിടെ പ്രവർത്തനം നടത്തുന്നത്. ആ കോൺഗ്രസിന് തന്നെ ഇപ്പോൾ ആദ്യ വിക്കറ്റ് തെറിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. അതായത് കോൺഗ്രസ് അവതരിപ്പിച്ച ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക, ആ സ്ഥാനാർത്ഥി പട്ടികയിൽ ശബരിനാഥിനെ പോലെയുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾക്കൊപ്പം പ്രൊജക്റ്റ് ചെയ്യപ്പെട്ട ഒരു യുവ സ്ഥാനാർത്ഥിയായിരുന്നു വൈഷ്ണ സുരേഷ് എന്ന് പറയുന്ന KSUവിൻ്റെ നേതാവ്. ഈ വൈഷ്ണ സുരേഷ് അടക്കം മത്സരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് ഇവിടെ വലിയൊരു ഓളമുണ്ടാക്കാൻ ശ്രമിച്ചത്. മുട്ടട ഡിവിഷനിൽ നിന്നാണ് വൈഷ്ണ സുരേഷ് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആ മുട്ടട ഡിവിഷനിൽ വൈഷ്ണ സുരേഷ് കുറേ നാളുകളായി പ്രചരണം നടത്തുകയും ചെയ്യുന്നുണ്ട്. കോൺഗ്രസിൻ്റെ യുവ നേതാവ്, KSUവിൻ്റെ നേതാവ് എന്നൊക്കെ പറഞ്ഞാണ് വലിയ രീതിയിൽ കാടിളക്കി പ്രചരണം നടത്താൻ ശ്രമിക്കുന്നത്. അതായത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ താമസിക്കുന്നുവെന്നും അവിടെ വോട്ടുണ്ട് എന്നും കാണിക്കാനായി ഈ ഒരു കെട്ടിട നമ്പർ മേൽവിലാസവും നൽകിയിരുന്നത്, വൈഷ്ണ സുരേഷ് നൽകിയിരുന്നത് വ്യാജമാണ് എന്നിപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെത്തിയിരിക്കുകയാണ്. അതായത് തിരുവനന്തപുരം നഗരസഭയിലെ TC 18/564 എന്ന കെട്ടിട നമ്പറിൽ താമസിക്കുന്നു, എന്ന വീട്ടു നമ്പറിൽ താമസിക്കുന്നു എന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് അപേക്ഷ വൈഷ്ണ സുരേഷ് നൽകിയിരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത്, തിരുവനന്തപുരം നഗരസഭയിലേക്ക് മത്സരിക്കണമെങ്കിൽ മത്സരിക്കുന്ന അതേ വാർഡിൽ തന്നെ വോട്ടർ ആയിരിക്കണമെന്നില്ല. പക്ഷേ തിരുവനന്തപുരം നഗരസഭയുടെ പരിധിയിൽ എവിടെയെങ്കിലും വോട്ടർ ആയിരിക്കണമെന്ന നിബന്ധനയുണ്ട്. തിരുവനന്തപുരം നഗരസഭയ്ക്ക് പുറത്തെ വോട്ടർമാർക്ക് തിരുവനന്തപുരം നഗരസഭയ്ക്കുള്ളിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ കഴിയില്ല. അത് തിരുവനന്തപുരം നഗരസഭ മാത്രമല്ല, എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും അങ്ങനെയാണ്. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് അതത് തദ്ദേശ സ്ഥാപനങ്ങളിൽ വോട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ അവിടുത്തെ വോട്ടർമാരായിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ വൈഷ്ണ സുരേഷ് തിരുവനന്തപുരത്ത് മത്സരിക്കാനായി ഒരു വിലാസവും അവിടെ വോട്ട് ചേർക്കാനായി അപേക്ഷയും നൽകിയിരിക്കുന്നു. ആ വോട്ട് ചേർക്കാൻ നൽകിയിരിക്കുന്ന അപേക്ഷയിൽ സൂചിപ്പിച്ചിരിക്കുന്ന കെട്ടിട നമ്പർ, ആ കെട്ടിടത്തിൻ്റെ ഉടമസ്ഥൻ റഹീം ഷാ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണെന്നും റഹീം ഷായ്ക്ക് ഇങ്ങനെ ഒരു വ്യക്തി തൻ്റെ വീട്ടിൽ താമസിക്കുന്നതിനെ കുറിച്ച് അറിയില്ല എന്നുമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മൊഴി നൽകിയിരിക്കുന്നത്. താൻ വീട് ആർക്കും വാടകയ്ക്ക് കൊടുത്തിട്ടില്ല എന്നും, വൈഷ്ണ സുരേഷ് എന്ന വ്യക്തി ഈ പറയുന്ന വീട്ടിൽ താമസിക്കുന്നതായി തനിക്കറിയില്ല എന്നും, തൻ്റെ ഈ കെട്ടിട നമ്പർ അനുസരിച്ച് ഒരാളെയും ഇത്തരത്തിൽ വോട്ട് ചേർക്കാൻ അനുവദിക്കരുത് എന്നുമാണ് റഹീം ഷാ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത്. CPIM പ്രവർത്തകരുടെ പരാതിയെ തുടർന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൈഷ്ണ സുരേഷിൻ്റെ അപേക്ഷ സൂക്ഷ്മമായി പരിശോധിച്ചത്. ഇതിൽ നിന്നും കെട്ടിട നമ്പർ വ്യാജമാണ് എന്ന് കാണുന്നു. അതിനുശേഷം ഈ വ്യാജ കെട്ടിട നമ്പറിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷ നൽകിയ വൈഷ്ണ സുരേഷിൻ്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്നും വെട്ടിമാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയപ്പോഴും ഈ മേൽവിലാസത്തിൽ വൈഷ്ണ സുരേഷ് താമസിക്കുന്നില്ല എന്ന് കണ്ടെത്തുകയായിരുന്നു. അതിനുശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥന്മാർ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ്
കമ്മീഷനാണ് വോട്ടർ പട്ടികയിൽ നിന്നും വൈഷ്ണവ് സുരേഷിന്റെ പേര് നീക്കം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നുമാണ് ലഭിക്കുന്ന വിവരം. ഇത് ശരിയാണ് എങ്കിൽ കോൺഗ്രസിന്റെ സ്റ്റാർ സ്ഥാനാർത്ഥിയായ വൈഷ്ണവ് സുരേഷ് തിരുവനന്തപുരം നഗരസഭയിലെ വോട്ടർ അല്ലാതായി മാറും. അങ്ങനെ വോട്ടർ അല്ലാതായിട്ടുള്ള ആളിന് ഇവിടെ സ്ഥാനാർത്ഥിയായി നിൽക്കാനുള്ള അവകാശവുമില്ല. വൈഷ്ണവ് സുരേഷിന് മത്സരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. മറ്റാരെങ്കിലും അവിടെ പരിഗണിക്കേണ്ടിയും വരും. ഇതാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്നിരിക്കുന്ന സാഹചര്യം. അപ്പോൾ ആണ് ഇവിടെ നിന്നും ഒരു ചോദ്യം ഉയരുന്നത്. വോട്ട് ചോരി എന്ന ആരോപണം രാജ്യം മുഴുവൻ നടന്ന് ഉന്നയിക്കുന്ന രാഹുൽ ഗാന്ധി ഈ കാര്യം അറിയുന്നുണ്ടോ? രാഹുൽ ഗാന്ധിയുടെ അതേ പാർട്ടിയിൽ നിന്നും ഒരു സ്ഥാനാർത്ഥിയാണ് ഇങ്ങനെ വ്യാജ മേൽവിലാസത്തിൽ വോട്ട് ചേർത്ത് കള്ള വോട്ട് ചെയ്യാൻ ശ്രമിച്ചതും അതോടൊപ്പം തന്നെ വോട്ട് ചോരി അക്ഷരാർത്ഥത്തിൽ നടപ്പാക്കാൻ ശ്രമിച്ചതും. ഇതിൽ കോൺഗ്രസ് നേതാക്കളുടെ അഭിപ്രായം എന്താണ് എന്നറിയാൻ കേരള ജനത കാത്തിരിക്കുകയുമാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.